Hello മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. സോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഗാൽവാനിക് സെൽ എന്ന് പറയുന്ന ചോദ്യം വരാത്ത ഒരു പബ്ലിക് എക്സാമിന്റെ ചോദ്യ പേപ്പർ ഇതുവരെ കെമിസ്ട്രിയിൽ വന്നിട്ടില്ല. സോ ഗാൽവാനിക് സെൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യേകം ഒന്ന് പഠിക്കാം അല്ലെ. ഗാൽവാനിക് സെൽ പ്രത്യേകം നോട്ട് ചെയ്തോ, നമ്മുടെ മോഡൽ എക്സാമിന് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചതേ ഇല്ല. സോ നിങ്ങളുടെ പബ്ലിക്കിന് ഉറപ്പായിട്ടും 3 മാർക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് കിട്ടുന്നു. സോ ഗാൽവാനിക് സെൽ എന്താണ്? ഗാൽവാനിക് സെൽ അവിടെ ആദ്യം പഠിക്കേണ്ടത് അതിന്റെ എനർജി ചേഞ്ച് അഥവാ ഊർജമാറ്റമാ. എന്താണ് ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റം എന്ന് പറയുന്നത്? എന്താ നടക്കുന്നത്? കെമിക്കൽ എനർജി. ഏതാടാ? കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നടാ? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അഥവാ രാസോർജം എന്തായിട്ട് മാറുന്നടാ? വൈദ്യുതോർജമായിട്ട് മാറുന്ന പ്രവർത്തനമാണെന്ത്? വൈദ്യുതോർജമായി മാറുന്ന പ്രവർത്തനമാണ് എവിടെ നടക്കുന്നത്? ഗാൽവാനിക് സെല്ലിൽ നടക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് സിങ്ക് കോപ്പർ സെല്ല്, അഥവാ ഇതിന് മറ്റൊരു പേരും കൂടി പറയാ. ചിലപ്പോ നിങ്ങളുടെ പരീക്ഷാ പേപ്പർ ഒന്ന് ടഫ് ആക്കാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കുക, ഡാനിയൽ സെല്ലിന്റെ ഗാൽവാനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ വരക്കാൻ വേണ്ടി ചോദിച്ച മക്കൾ ടെൻഷൻ അടിക്കണ്ട. ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയും പോകണ്ട. അത് ആര് തന്നെയാടാ? സിങ്ക് കോപ്പർ സെല്ല് തന്നെയാണ്. സോ നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. ആദ്യം എന്ത് ചെയ്യാ, 2 ബീക്കർ അങ്ങ് വരച്ചു വെക്കുക. 2 ബീക്കർ അങ്ങ് വരക്കുക. ഒന്നാമത്തെ ബീക്കറിൽ ഇതാ ഇവിടെ എന്ത് ചെയ്യാ, സിങ്ക് സൾഫേറ്റ് ആഡ് ചെയ്യാ. സിങ്ക് സൾഫേറ്റ് ഇവിടേക്ക് ആരിറക്കി വെക്കടാ? സിങ്ക് റോഡിനെ ഇറക്കി വെക്കുക. സിങ്ക് റോഡ് അഥവാ സിങ്ക് ദണ്ടിനെ ഇറക്കി വെക്കുക. ഇവിടെ എന്ത് ആഡ് ചെയ്യണം? അവിടെ ഞാൻ എന്ത് ചെയ്തു, സിങ്ക് സൾഫേറ്റ് ആഡ് ചെയ്തോണ്ട് ഇവിടെ എന്ത് ആഡ് ചെയ്യണം? കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യണം. സോ എന്ത് ചെയ്യാ, ഇവിടെ ഞാൻ അടുത്ത ദണ്ട് ഇറക്കി വെച്ചു. അതേതാടാ? കോപ്പർ. ഇവര് 2 പേരും തമ്മിൽ വോൾട്ട് മീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇവിടെ മറ്റൊരാളും കൂടി ഇല്ലേ, അയാളെ പേരെന്താടാ? സോൾട്ട് ബ്രിഡ്ജ് അല്ലടാ? സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു? കൺസ്ട്രക്ട് ചെയ്തു. ഇയാളെ പേര് എഴുതണേ, സോൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, സോൾട്ട് ബ്രിഡ്ജ്. ഇത്രയും ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ആ വരക്കാനുള്ള 2 മാർക്ക് എന്താ? സെറ്റാ. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും എന്ത് ചെയ്യണടാ? പഠിക്കണം. എന്താടാ ആനോഡ് റിയാക്ഷൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇങ്ങോട്ട് എന്നോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ വന്നു കഴിഞ്ഞാൽ ഇയാൾ എടുക്കണം. ഇങ്ങനെ ഒരാൾ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് എന്നോ പറയുന്നുണ്ട് അല്ലേ? ആരാടാ? ലോൺ എടുക്കണം. എന്താടാ ലോൺ എന്ന് പറഞ്ഞാ? ലെഫ്റ്റ്. എൽ എന്ന് പറഞ്ഞാൽ എന്താടാ? ലെഫ്റ്റ്. അപ്പൊ ഈ ഭാഗല്ലേ, അവിടെ എന്താ നടക്കടാ? ഓക്സിഡേഷൻ ആ നടക്കുക. എന്താ നടക്കുക? ഓക്സിഡേഷൻ. അയാൾ ആരാണ്? എ ആണ്, അഥവാ ആനോഡാ. അപ്പൊ ആനോഡിൽ എന്താ നടക്കുക? ഓക്സിഡേഷൻ, ഓക്സീകരണമാണ് നടക്കുക. ഓക്സീകരണമാണ് എന്ത് ചെയ്യുക? ആനോഡിൽ നടക്കുക. ഓക്കെ, സോ അവിടെ എന്താ അതിന്റെ ചാർജ്? നെഗറ്റീവാ. ഇയാളെ ചാർജ് എന്താടാ? നെഗറ്റീവ് ചാർജ് ആണ്. സോ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതി നോക്ക്. ആരാ? സിങ്ക് ആണ്. സിങ്കിന് എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന പ്രോസസ്സാ. കൊടുക്കുക എന്ന് പറഞ്ഞാൽ Zn എന്ത് ചെയ്യും? അയാളെ കയ്യിലുള്ള 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്ത് Zn2++ 2 ഇലക്ട്രോൺ ആയിട്ട് മാറി. ഇനി കാഥോഡാണുള്ളത്. ഇയാൾ ഓക്സിഡേഷൻ ആണെങ്കിൽ ഇയാൾ എന്താവണടാ? റിഡക്ഷൻ ആണ്, അഥവാ നിരോക്സീകരണം ആവണം അല്ലെ? നിരോക്സീകരണം ആവണം. അപ്പൊ നിരോക്സീകരണത്തിന് ആരാ ഉള്ളത്? കോപ്പറാ. പോസിറ്റീവ് ചാർജാ കോപ്പർ. സോ കോപ്പറിൽ എന്താ സംഭവിക്കുക? കോപ്പർ 2+ അയോണ് അഥവാ Cu2+ അയോണ് 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് എന്തായിട്ട് മാറടാ? കോപ്പർ ആയിട്ട് മാറും. ഇനി അവിടുത്തെ ഓവറോൾ റിയാക്ഷൻ ജസ്റ്റ് ഇതിനങ്ങ് കൂട്ടുക. ഇവിടെ എന്തുണ്ടടാ? Zn. എന്തുണ്ട്? Zn. പിന്നെ ആരുണ്ടടാ? ഒരു Cu2+ ഇല്ലേ? Cu2+ will gives. ഇയാളെ എഴുതണോ? ഈ 2 ഇലക്ട്രോൺ എഴുതണോ? വേണ്ട. ഇവിടെയും 2 ഇലക്ട്രോൺ, ഇവിടെയും 2 ഇലക്ട്രോൺ. 2 സെയിം ആളുടെ അയാളാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. സോ എന്ത് ചെയ്യാ? ബാക്കി ആരുണ്ട്? Zn2++ Cu എന്ന് പറയും. സോ ഇതാണ് ഇവിടുത്തെ ടോട്ടൽ റിയാക്ഷൻ. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇതുവരെ നമ്മളെ എല്ലാ SLCയുടെ ഇതുവരെ നടന്ന എല്ലാ എക്സാമും വളരെ ഈസി ആയിരുന്നു. അപ്പൊ നമ്മുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ടഫ് നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിരുന്നു. അതുപോലെ നമ്മളെ ടീച്ചേഴ്സ് നമുക്ക് കുറച്ച് ഈ ഗാൽവാനിക് സെൽ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുക. അഥവാ സിങ്ക് Ag സെൽ അഥവാ സിൽവർ വെച്ചിട്ടുള്ള സെല്ല് തരിക. നിങ്ങൾ പേടിക്കരുത്, ഇവിടെ ഉണ്ട്. അത് പ്രത്യേകം പഠിച്ചോ.
നേരത്തെ വരച്ച പോലെ വരച്ചു വെക്കുക. ആകെ മാറ്റം എന്ന് പറഞ്ഞതാ, ഇവിടെ Cuക്ക് പകരം എന്ത് വരുടാ, അവിടെ Ag വരും. ഇവിടെ CuSO4 പകരം എന്തെടുക്കടാ, AgNO3 ആണ് എടുക്കുക. എന്താ എടുക്കുക, AgNO3 എടുക്കുക. ആ ഒരു മാറ്റം മാത്രം എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ചിത്രം അതുപോലെ എന്ത് ചെയ്യുക, വരച്ചു വെക്കുക. കാരണം സിൽവർ എപ്പോഴും എവിടെ വരുള്ളൂ, സിൽവർ എപ്പോഴും എന്താ ഈ ഭാഗത്ത് കാഥോഡിൽ റൈറ്റ് സൈഡിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സിൽവർ വരുള്ളൂ. സോ ആനോഡിൽ ഓക്സിഡേഷൻ ആർക്ക് തന്നെയാണ് നടക്കുന്നത്, സിങ്കിന് തന്നെയാണ് നടക്കുന്നത്. സോ Zn എന്തായിട്ട് മാറോടാ, Zn2++2 ഇലക്ട്രോൺ ആയിട്ട് മാറി. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് കാഥോഡിലാ. ഇവിടെയാണ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്. കാഥോഡിന് എന്താ സംഭവിക്കുക, വാങ്ങുന്ന പ്രോസസ്സാ അല്ലെ, Ag+, ഒരാളെ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. അയാൾ ഒരു ഇലക്ട്രോണെ വാങ്ങിയിട്ടാണ് എന്തായിട്ട് മാറുന്നടാ, Ag ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ടോട്ടൽ റിയാക്ഷൻ എഴുതുമ്പോൾ നമുക്ക് ഇയാളെ വെട്ടിപ്പോകാൻ പറ്റുമോ, ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ആവണം. അത് 2 ആക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക, എനിക്ക് ഇക്വേഷൻ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൂടെ. സോ 2Ag++ 2 ഇലക്ട്രോൺ വിൽ ഗിവ്സ് 2Ag ആയിട്ട് മാറി. ഇനി എനിക്ക് എന്ത് ചെയ്യാ, ഇതിന്റെ ടോട്ടൽ റിയാക്ഷൻ എഴുതി കൂടെ, എങ്ങനെ എഴുതുക, അതായത് ഈ ഇക്വേഷൻ സാർ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈഡ് ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഈ ഇക്വേഷൻ കിട്ടിയത്. ഇനി എനിക്ക് ടോട്ടൽ റിയാക്ഷൻ എഴുതുമ്പോ നോക്കിക്കോ, Zn പ്ലസ് 2Ag+ will gives ഈ 2 ഇലക്ട്രോണും ക്യാൻസൽ ആയി, Zn2++ 2Ag. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, മക്കൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ആളാണ് ആര് ഈ Ag അഥവാ സിൽവർ എന്ന് പറയുന്നത്. ടഫ് ആണോ, ടഫ് അല്ല. നമുക്ക് അറിയാത്ത എന്താ, ഈ പ്ലസ് വരുമ്പോ നമ്മൾ സാധാരണ 2 ഇലക്ട്രോൺ എന്ന് കണ്ട് ഇവിടൊക്കെ എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺ അങ്ങ് ആദ്യമേ കൊടുക്കും. ഒരിക്കലും ചെയ്യരുത്. ഇതുപോലെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.